ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണ്. എന്താണ് വിശേഷം? എല്ലാവർക്കും ചായ കുടിച്ചോ? ഇന്ന് ഓഗസ്റ്റ് 15 ഞങ്ങൾ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആഘോഷിച്ചു, റാലിയൊക്കെ പോയോ? നമുക്ക് ഇപ്രാവശ്യം സ്കൂളിൽ നല്ല പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂൾക്ക് ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്ന് പോകാനുണ്ടായിരുന്നു. കമ്പൽസറി ചെയ്തിട്ടുണ്ട്, അവർ അറ്റൻഡൻസൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ പോയിട്ടുണ്ട്. എല്ലാം അങ്ങനെ നിർബന്ധമാണ്. പിന്നെ വാൻ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് ചില വാൻ ഫെസിലിറ്റി ഉണ്ടാവാറില്ല. പിന്നെ മഴക്കാറുണ്ടായിരുന്നു, അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്വാതന്ത്ര്യദിനമായിട്ട് ഇന്ന് എന്താണ് നിങ്ങൾ പറയുന്നത്? ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യദിനമായിട്ട് നമ്മൾക്കും പെണ്ണുങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടിയതന്നല്ലേ. നമുക്കിവിടെ പോകാൻ നമുക്ക് സ്വാതന്ത്ര്യം. പെണ്ണുങ്ങൾക്കൊരു സ്വാതന്ത്ര്യം പണ്ടത്തെ കാലത്തെ പോലെയല്ലോ. പണ്ടത്തെ കാലത്ത് ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, ആരോട് സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ കാര്യങ്ങളായിരുന്നല്ലോ. ഇപ്പം അങ്ങനെയല്ലല്ലോ. സ്ത്രീകൾക്ക് എവിടെ പോയാലും സ്വാതന്ത്ര്യമാണ്. എവിടെ പോയാലും നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റും. എവിടെ പോയാൽ നമുക്ക് പേടിക്കണമെന്നില്ലല്ലോ. ധൈര്യത്തോടെ നമുക്ക് നിൽക്കാൻ പറ്റും. ഒറ്റയ്ക്ക് പോകാനോ അല്ല ബസ്സിൽ പോകാൻ, ബസ്സിലൊറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഏത് സമയം അങ്ങനെ നമുക്ക് പേടിയില്ല. ആ കാലത്തല്ല നമ്മൾ ജീവിച്ച് പോകുന്നത്. സ്വാതന്ത്ര്യം അപ്പോൾ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ പണ്ടത്തെ പോലെ ജീവിതമല്ല. കല്യാണം കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ പണ്ടത്തെ ഉള്ളവർക്കെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കഷ്ടങ്ങളും. ഇപ്പം അങ്ങനെയൊന്നും ആരും നിൽക്കില്ല, നിന്ന് കൊടുക്കില്ല കേട്ടോ. പെണ്ണുങ്ങളൊന്നും ആരും നിന്ന് കൊടുക്കില്ല. ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് പോയാലും മുമ്പത്തെ പോലെ ആരും ഒന്നും കൊടുക്കില്ല. പക്ഷെ അങ്ങനെ നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. എല്ലാവരും പഠിക്കുന്നുണ്ട്. പിന്നെ എത്ര കഷ്ടം വന്നാലും കഷ്ടമനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എത്ര കഷ്ടം വന്നാലും ഇപ്പോൾ ഒരു +2 കഴിഞ്ഞാൽ മതി, എന്തായാലും ഒരു ജോലി കിട്ടും. അപ്പോൾ നമ്മൾ അതിനുള്ളൊരു തൊഴിൽ ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റും. തൻ്റെ ഇടത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് പണ്ടത്തെ കാലമല്ല ഇപ്പം എല്ലാവരും പഠിക്കുന്നുണ്ട്, വിദ്യാഭ്യാസമുണ്ട് എല്ലാവർക്കും. ഏതൊരു പേരൻസുമാരും മക്കൾക്ക് ഞങ്ങൾ പഠിച്ചിട്ടില്ലാത്ത മക്കൾക്ക് എത്ര ഇല്ലെങ്കിലും അവർ ആ ഡിഗ്രി വരെ അല്ലെങ്കിൽ വേറെന്ത് കോഴ്സ് കൊടുത്ത് അവർ പഠിപ്പിക്കുന്നത്. അത് തന്നെയല്ലേ ഇപ്പം ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കാത്ത കുറേ മദേഴ്സുമാരൊക്കെ ഉണ്ട്. അവരെല്ലാം പറഞ്ഞ് നമ്മൾ അങ്ങനെ വിചാരിക്കില്ല. നമ്മൾ മക്കൾക്കെല്ലാം കുറേ വിദ്യാഭ്യാസം കൊടുക്കുന്നത് നമ്മൾ വിചാരിക്കുന്നില്ല. നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടാവും. ഇല്ലാത്തവർ അവർ വിചാരിക്കും നമ്മുടെ മക്കൾക്ക് നല്ലോണം എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന അതാണ്. പക്ഷേ ഏതൊരാളും തൊഴിൽ ചെയ്യാതെ എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ എത്ര പണം ഉണ്ടെങ്കിലും സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. സ്ത്രീ ജോലി ചെയ്യുന്ന ആരോ പുച്ഛമാക്കാനോ ഇതാക്കാനോ പാടില്ല. നമുക്ക് ഏതൊരു ജോലിക്കും അതിൻ്റേതായ അതിൻ്റേതായ ഒരു ബഹുമാനമുണ്ട്. ഏതൊരു ജോലിക്കാണോ നമ്മൾ എന്തൊരു ജോലി അവർ തൊഴിൽ ചെയ്ത് ജീവിക്കും. തൊഴിലുറപ്പും അതുപോലെ തന്നെ ഇപ്പോൾ വേറൊന്നുമില്ലെങ്കിൽ കുടുംബശ്രീ ഏറ്റവും ബഹുമാനിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് കുടുംബശ്രീ തൊഴിലാളികൾ അവർ ജോലി ചെയ്യുന്ന ഏറ്റവും അവർ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ജോലി എന്ന് പറയുന്നത് ബഹുമാനിക്കേണ്ട ജോലിയാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ അമ്മമാരും വീട്ടിൽ ജോലി ചെയ്തു അവർക്ക് അവരുടേതായ കാര്യം. അപ്പോൾ അവരെ കാണുമ്പോൾ നമുക്കിപ്പം ബഹുമാനിക്കണം. ഞാനിപ്പം പറയുന്നത് പക്ഷെ നമ്മളെക്കാളും സാലറി വാങ്ങിക്കുന്ന അവർ തന്നെയാണ്. പക്ഷെ അവർക്ക് അതിൻ്റേതായ കഷ്ടപ്പാടുകളുണ്ട്. നമ്മൾ പഠിച്ച് ഇരുന്ന ജോലി ചെയ്യുന്നവരും അവർ ചെയ്യുന്ന ജോലിയും അവർക്ക് അവരുടേതായ കഷ്ടപ്പാടും നമുക്ക് നമ്മുടേതായ കഷ്ടപ്പാടും എല്ലാം ഒക്കെയുണ്ട്. അപ്പോൾ ഏതൊരാളും നമുക്ക് എത്ര കഷ്ടപ്പാടാണ്. നമ്മൾ കഷ്ടപ്പാടില്ലെങ്കിൽ സ്വന്തം കാര്യം നമ്മൾ നിൽക്കാൻ ശ്രമിച്ചാൽ മതി. ഇപ്പോൾ വീട്ടിലിരുന്ന് ചില ആൾക്കാർ ഓൺലൈൻ ബിസിനസ്, അതുപോലെ തന്നെ വേറെ കാര്യം ഗ്രാഫിക് ഡിസൈനിങ്, അതുപോലെ തന്നെ മെഹന്തി വെച്ച് കഴിഞ്ഞാൽ തന്നെ അതന്നെ മതിയാവും. നമുക്കിടെ കല്യാണത്തെ പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ അവരെ വെച്ച് ഫാഷൻ ഡിസൈൻ അങ്ങനെ എന്തിനും ഇപ്പോൾ അതിൻ്റേതായ ഒരു എന്താണ് പറയേണ്ടത്, അത്ര ഇത് ഉണ്ട്. പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. എത്ര ഇത് വന്നാലും എത്ര കഷ്ടപ്പാട് വന്നാലും പിന്നെ ഏതൊരു പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്കതിനെ തടസ്സപ്പെടുത്താൻ പറ്റും. അവർക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് ജോലിക്ക് പോകാം. പണം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് എനിക്കെന്തിന് അവരെ ജോലിയിൽ നമുക്ക് എന്തിനു വേണം അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഇപ്പോൾ ചിന്തിക്കാൻ പാടില്ല. നമുക്ക് ഒരു ചെറിയ പൈസ കിട്ടുന്നത് അതിൽ നമുക്കൊരു ഗുണമാണ്. ഏതെങ്കിലും സമയത്ത് ആ പൈസ നമുക്ക് മെച്ചപ്പെടും. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പക്ഷേ നമ്മൾ പൈസ അങ്ങനെ അറിഞ്ഞിട്ട് നമുക്ക് പൈസ പണം ഉണ്ടാവിട്ട്
നമ്മളെ പഠിച്ച ഭാര്യമാരെ ജോലിക്ക് വിടാതിരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും തന്നെ എന്തും ചെയ്യാം. നമുക്ക് പഠിച്ചവർക്ക് വീട്ടിൽ എന്തെങ്കിലും ലാപ്ടോപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓൺലൈൻ ബിസിനസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ബെറ്റർ എന്നാണ് ടീച്ചിങ്ങിന് പോവാം. ടീച്ചിങ് ഏറ്റവും നല്ല ജോലിയാണ്. ചെറിയ സാലറി ഉണ്ടെങ്കിലും ടീച്ചിങ് നല്ല ജോലിയാണ്. ഏതൊരാളും പഠിച്ചവരെ അവരുടേതായ ജോലി കാര്യങ്ങൾ ചെയ്യാം. അത് തന്നെയാണ് നമ്മളെ സ്വാതന്ത്ര്യം. പണ്ടത്തെ കാലത്തെ ആൾക്കാർ എത്ര ജോലിയില്ല, അവർ വീട്ടിലിരുന്ന് അവരും പണ്ടത്തെ കാലത്തെ ആൾക്കാരും ജോലി ചെയ്യും. അവർ എൻ്റെ ഉമ്മ പറയാറുണ്ട് എൽക്കുത്തിയിരുന്നിട്ടും അപ്പുറത്ത് അങ്ങനെയൊക്കെ പോകാറുണ്ട് ആൾക്കാരായിരുന്നു. പണ്ടത്തെ കാലത്തെ കുറേ ഇല്ലാത്തവരൊക്കെ വേറെ വീട്ടിൽ പോയി ജോലി ചെയ്തും അങ്ങനെ ചെയ്തും മക്കളൊക്കെ നോക്കിയിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇപ്പോൾ അത് ആർക്കും പേടിക്കാത്ത എവിടെ പോയി കഴിഞ്ഞാൽ ഏത് കടയിൽ പോയി കഴിഞ്ഞാലും പെണ്ണുങ്ങളെ ഉണ്ടാവും. വെച്ചാൽ മുമ്പത്തെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ എത്ര സാലറി കൂടെ അത്യാവശ്യത്തിന് കൊടുത്താൽ മതി. പക്ഷേ ആണുങ്ങൾക്കാണെങ്കിൽ ഒരു ഷോപ്പിൽ കടയിൽ നിന്ന് അവർക്ക് അതിൻ്റേതായ വരും ക്യാഷ് കൊടുക്കുക. അപ്പോൾ ഏതൊരു ജോലിയിലും ഏതൊരു കടയിലാണെങ്കിലും സ്ത്രീകളെ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ പുച്ഛിക്കാനോ തരം താഴ്ത്താനോ ഒരിക്കലും പാടില്ല. പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്ന അവരുടേതായ ബഹുമാനം റെസ്പെക്റ്റ് ഉണ്ടാവും. നമുക്കും ബഹുമാനിക്കണം. എന്തിനാണ് നമ്മൾ ബഹുമാനിക്കുക എന്നാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വിശേഷം എന്താ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. വിശേഷം എന്താ? അപ്പം എൻ്റെ വിശേഷം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ചെറിയ വിശേഷമാണ് കേട്ടോ. അപ്പം എൻ്റെ മോക്ക് എക്സാമാണ്. അപ്പോൾ നാളെ സ്കൂളിൻ്റെ എക്സാം തുടങ്ങും. പിന്നെ ഇന്നിപ്പോൾ മദ്രസിൻ്റെ എക്സാം 2 കഴിഞ്ഞു. പിന്നെ 3 ഉണ്ട്. നാളെ മദ്രസിൻ്റെ സ്കൂളിൻ്റെ 2 എക്സാമാണ്. ഭയങ്കര ടഫും കാര്യങ്ങളാണ്. മദ്രസിൽ ഹാഫ് ഇയർ എക്സാമാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ നബിദിൻ്റെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ചെറിയ വിശേഷം ഒന്നുമില്ല. എനിക്ക് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. ഞാൻ ഡ്യൂട്ടി സ്ഥലത്താണ്. അപ്പോൾ ഞാൻ പ്രത്യേക ബിസിനസ്സൊന്നുമില്ല. അപ്പോൾ അവരെ വരാൻ പറഞ്ഞുകൊണ്ട് വന്നതാണ് കേട്ടോ. ബിസിനസ്സൊന്നുമില്ല. ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ. അങ്ങനെ ചെറിയ വിശേഷമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സ്പെഷ്യൽ ഫുഡായിരിക്കുമല്ലോ, പായസം, അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പ്രത്യേക വിശേഷമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.